ചേട്ടാ, കാർ നിർത്തുന്നു, കാറിൽ നിന്നിറങ്ങി വഴിയിൽ കൂടി പോകുന്ന സ്ത്രീകളോട് പരിചയം നടിക്കുന്നു, പിന്നീട് അവരെ ബലം പ്രയോഗിച്ച് കാറിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുപോയി ആക്രമിക്കുന്നു. അതോടൊപ്പം ലൈംഗിക വൈകൃതത്തിനൊക്കെ അടിമയായ ഒരു സൈക്കോയെ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുണ്ട്. സൈക്കോ ചാക്കോ എന്നാണ് ഇയാളുടെ പേര് തന്നെ. സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം പതിവാക്കിയ, ആക്രമണങ്ങൾ പതിവാക്കിയ ഇയാളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പോലീസ് ഈ ചില ക്രിമിനലുകൾക്ക് വട്ടപ്പേര് കൊടുക്കും. തൃശ്ശൂർ പോലീസ് എന്നല്ല, മൊത്തത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്. ചില വട്ടപ്പേര് കൊടുക്കും. ആ വട്ടപ്പേര് പിന്നെ ഫേമസ് ആവും. ഇയാളുടെ യഥാർത്ഥ പേര് ചാക്കോ ജെ ആലപ്പാട് എന്നാണ്. അയാളെ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാളൊരു സൈക്കോയാണ്. സൈക്കോ ആയതുകൊണ്ട് സൈക്കോ ചാക്കോ എന്നുള്ളതാണ് പുതിയ പേര്. വളരെ വലിയ അപകടം പിടിച്ച ആളാണെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇയാൾ ഇക്കഴിഞ്ഞ 14-ാം തീയതി തൃശ്ശൂർ വല്ലക്കുന്ന് മുറിയാട് റോഡിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 നടന്നു പോവുകയായിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ അടുത്ത് പരിചയം നടിച്ച് കാറ് നിർത്തിയ ശേഷം ഇയാൾ ഈ കോളേജ് വിദ്യാർത്ഥിനിയെ കാറിൽ കയറ്റുകയും ചെയ്തു. തുടർന്ന് ഇയാൾ നേരെ അവിടെ നിന്നും പിന്നെ കോളേജ് വിദ്യാർത്ഥിനിയുടെ വീടിന് അരികിൽ നിന്നാണ്, കുറച്ച് ദൂരത്ത് നിന്നാണ് ഇയാളിത് കാണുന്നത്, ഈ യുവതിയെ കയറ്റുന്നത്. അങ്ങനെ പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ ഈ കോളേജ് വിദ്യാർത്ഥിനിയെ കയറ്റി അവിടെ നിന്നും കടന്നുപോയി. അതിനുശേഷം ഇയാൾ ഈ യുവതിയോട് അതിക്രമം നടത്താൻ ശ്രമിച്ചതോടുകൂടി ഭയന്ന യുവതി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇയാളെ ഇരിങ്ങാലക്കുട പോലീസും ആളൂർ പോലീസും ചേർന്ന് പിടികൂടി ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നെടുമ്പാശ്ശേരി പോലീസിന് ഒരു പരാതി വന്നു. നെടുമ്പാശ്ശേരി പോലീസിന് വന്ന പരാതി ഒരു വീട്ടമ്മയുടേതാണ്. ഈ വീട്ടമ്മയെ നെടുമ്പാശ്ശേരിക്ക് സമീപം വെച്ച് ഇവരുടെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയി തിരികെ വരുന്ന സമയത്ത് ഇതേ ഇലക്ട്രിക് കാർ, ആ ദൃശ്യങ്ങളിൽ പോലീസ് കാണിച്ച അതേ ഇലക്ട്രിക് കാർ അന്ന് നെടുമ്പാശ്ശേരി കിടപ്പുണ്ടായിരുന്നു. ഈ വീട്ടമ്മ വന്നപ്പോൾ ഈ വീട്ടമ്മയെ കൈകാണിച്ച് നിർത്തിയ ശേഷം ഈ വീട്ടമ്മയോട് അറിയാവുന്ന രീതിയിൽ പരിചയമുള്ള രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് ചില വഴികളൊക്കെ ചോദിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇയാൾ പറഞ്ഞു, ആ സമയത്ത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഇയാൾ വീട്ടമ്മയോട് പറഞ്ഞു, നനഞ്ഞിട്ട് പോണ്ട, വണ്ടിയിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ഇയാളുടെ സംസാരം അപ്പോൾ പന്തിയല്ല എന്ന് മനസ്സിലായ വീട്ടമ്മ ഈ 2 വീലർ എടുത്ത് അവിടെ നിന്നും മുന്നോട്ട് പോകാൻ ശ്രമിക്കവേ ഇയാൾ ഡോർ തുറന്ന് ഈ വീട്ടമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവിടെ നിന്ന് ഇവർ ബഹളം വെച്ചതോടുകൂടി ഇയാൾ അവിടെ നിന്നും വാഹനമെടുത്ത് അത്താണി ഭാഗത്തേക്ക് പോയി. അവിടെ നിന്നും പിന്നെ എങ്ങോട്ട് പോയി എന്ന് പിടുത്തമില്ലായിരുന്നു. ഇതാണ് ഇവർ പറയുന്നത്. ഈ സ്ത്രീ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരി പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതി. അപ്പോൾ ആ പരാതിയിൽ അവർ പറഞ്ഞു, ഞാനിപ്പോൾ ഈ പരാതി കൊണ്ടുവരാനുള്ള കാരണം ഇതുപോലെ ഇരിങ്ങാലക്കുട ഭാഗത്ത് തൃശ്ശൂരിൽ ഒരു 19-കാരിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പേരിൽ പിടികൂടിയിട്ടുള്ള ചാക്കോ ജെ എന്ന ആളാണോ ഇതെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് ഈ വീട്ടമ്മ പറഞ്ഞ സ്ഥലത്തെത്തുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ ഇതേ ഇലക്ട്രിക് കാറ്, ഇതേ ചാക്കോ, ഈ പറഞ്ഞ പരാതിയുമായി വന്നിരിക്കുന്ന വീട്ടമ്മയും ഒരുമിച്ചുള്ള ദൃശ്യം ഈ പോലീസിന് കിട്ടി. പോലീസ് തുടർന്ന് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഇയാളെ പിടികൂടുന്നത്. അതായത് ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടുന്നത്, ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോയതിൽ പിടികൂടുന്നത് ചെങ്ങമനാട് നിന്നാണ്. ചെങ്ങമനാട് നിന്ന് പിടികൂടുന്നു. ചെങ്ങമനാട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നു. അപ്പോൾ ചെങ്ങമനാട് സ്റ്റേഷനിലും പരാതി വന്നു. ചെങ്ങമനാട് ഒരു പരിപാടി 35 വയസ്സുകാരിയായ ഒരു സ്ത്രീ അവിടെ എത്തുകയും എന്നെ ഇതുപോലെ കാറിനുള്ളിലേക്ക് കയറാൻ ക്ഷണിച്ചു, ഞാൻ ഭയന്ന് ഓടിപ്പോയി എന്നൊരു പരാതിയാണ് അവർ ഈ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. അവർ നേരിട്ടെത്തിയല്ല, വിളിച്ചു പറഞ്ഞത്.
തുടർന്ന് വനിതാ പോലീസ് ചെങ്ങമനാട് പോയി. ചെങ്ങമനാട് സ്റ്റേഷനിലെ വനിതാ പോലീസ് ആ സ്ത്രീയുടെ വീട്ടിൽ പോയി ആ സ്ത്രീയിൽ നിന്നും പരാതി എഴുതി മേടിച്ച് ഈ ദൃശ്യങ്ങൾ എടുത്തപ്പോൾ CCTV ദൃശ്യങ്ങൾ അവർ പറയുന്ന സമയം അനുസരിച്ചുള്ള ദൃശ്യങ്ങൾ എടുത്തപ്പോൾ ഈ വണ്ടി അവിടെയുമുണ്ട്. ഇനി ചാക്കോ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പുതിയ പരാതികൾ വന്നാലേ അറിയാൻ കഴിയുള്ളൂ. അതായത് സ്ത്രീകളെ എങ്ങനെയും വാഹനത്തിലേക്ക് കയറ്റി അവരുടെ മുന്നിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, ഇതാണ് ഇയാളുടെ മെയിൻ രീതി എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കിയതുകൊണ്ട് നിലവിൽ ഇപ്പോൾ വരെ 3 കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 സ്റ്റേഷനുകളിലാണ് കേസുകളുള്ളത്. ഒന്ന് നെടുമ്പാശ്ശേരി, പിന്നെ ഇരിങ്ങാലക്കുട, ആളൂർ, പിന്നെ അതുപോലെ തന്നെ ചെങ്ങമനാട്. 3 സ്റ്റേഷനുകളിലായിട്ട് ഇയാൾക്കെതിരെ പരാതി വന്ന് ഇയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു കേസിൽ 2 കേസിൽ അതിക്രമം നടത്തിയെന്നും 1 കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് നിലവിൽ FIR ഉള്ളത്. അപ്പോൾ കൂടുതൽ പരാതികൾ ഇക്കാര്യത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പോലീസ് ഇയാൾക്ക് ചാർത്തിയിരിക്കുന്ന വട്ടപ്പേരാണ് സൈക്കോ. കൂടുതൽ പേര് ഇയാളെക്കുറിച്ച് പരാതി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തുന്നു. കാര്യം ആളൊഴിഞ്ഞ മേഖലയിലാണ് ഈ വാഹനം കറങ്ങുന്നത് മുഴുവൻ. ഇയാളുടെ ഈ ഇലക്ട്രിക് വാഹനം എടുക്കുക, ആ വാഹനവുമായി ഇങ്ങനെ ആളൊഴിഞ്ഞ മേഖലകളിൽ നടക്കുക, ഒറ്റപ്പെട്ടു വരുന്ന സ്ത്രീകളെ ലക്ഷ്യം വെക്കുക. എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് അങ്ങനെയൊരു പ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്ത് 1-2 കേസുകൾ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ കൂട്ടത്തോടെ, അതായത് ഒരു ചെയിൻ പോലെ ഇങ്ങനെ സ്ത്രീകളെ കറക്കിയെടുക്കാൻ ഇതുപോലെ വശീകരിച്ച് കാറിൽ കയറ്റി, പരിചയമില്ലാത്ത സ്ത്രീകളെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഉപദ്രവിച്ച ശേഷം ഇറക്കി വിടുക എന്നുള്ളതായിരിക്കാം ഇയാളുടെ രീതി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന തൃശ്ശൂരത്തെ കോളേജ് വിദ്യാർത്ഥിനി ഇയാളുടെ കയ്യിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസിൻ്റെ ഒരു വിശദീകരണമുള്ളത്. അത് സംഭവിച്ചിരിക്കുന്നത് വല്ലക്കുന്ന് മുരിയാട് റോഡ്. ഇയാളുടെ വീടെന്ന് പറയുന്നത് ഒല്ലൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ റോഡിലാണ് ഇയാളുടെ വീടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ചുറ്റുപാട് മുഴുവൻ കറങ്ങി നടക്കുക. ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത് ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, സർജിക്കൽ ഉപകരണങ്ങൾ അത് വിൽക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി. അതിൻ്റെ വിപണനമാണ് നടത്തുന്നത്. സോ അത്തരത്തിൽ ഇത്തിരി കടുത്ത ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ കൂടുതൽ അക്രമികൾ, അതായത് ക്രിമിനൽ സ്വഭാവമുള്ളവരാണെങ്കിൽ അക്രമികളായിട്ട് മാറും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കൊലപാതകം നടത്തിയ ദീപു എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയ അമ്പിളി സർജിക്കൽ സാമഗ്രി വെച്ചാണ് ആ കൊലപാതകം നടപ്പാക്കിയത്. അത് വെച്ച് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അമ്പിളി 1 മാസം കൊണ്ട് പഠിച്ചെടുത്തു. എങ്ങനെ ഒരാളെ ആ രീതിയിൽ ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കൊലപ്പെടുത്താം എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ക്രിമിനൽസിൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിയാൽ അപകടം ചെയ്യും. ഏതായാലും വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു കേസ്, തൃശ്ശൂരിലെ കേസ്, അതിന് 2 ദിവസം മുമ്പുള്ള സംഭവത്തെക്കുറിച്ചാണ് നെടുമ്പാശ്ശേരിയിലെ വീട്ടമ്മ പറഞ്ഞത്. അതിന് ശേഷമുള്ള ശനിയാഴ്ചയാണ് പിന്നെ ചെങ്ങമനാട് ഉള്ള കേസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടി വളരെ വൈഡായിട്ട് കറങ്ങുന്നുണ്ട്. വണ്ടി ഒറ്റപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഈ വണ്ടിയും ഇയാളെയും ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന് ഇതുപോലെ ഇങ്ങനെ ഓരോ ഒറ്റപ്പെട്ട മേഖലകളിൽ ഇത് നിർത്തിയിടുക. ഇപ്പോൾ പെട്ടെന്ന് ആണെങ്കിൽ ഇപ്പോൾ ഒരു കാറിലിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ, ഇപ്പോൾ കാറിലിരിക്കുന്ന ഒരാൾ ഒരു വഴി ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ നിഷ്കളങ്കരായിട്ടുള്ളവർ, ഇത്തിരി ബുദ്ധിയുള്ളവരാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായേക്കാം എന്ന സംശയം ഉള്ളവർ ഈ വണ്ടി അപരിചിതരാണെങ്കിൽ അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ നിൽക്കത്തില്ല. പക്ഷേ നിഷ്കളങ്കരാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ വഴി പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിക്കും. ആ വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ തന്നെ വലിയ അപകടം ചെയ്യാം. അങ്ങനെയുള്ള ക്രൈം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. പല ക്രൈമും ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഷാജിയുടെ കേസ്, DYSP ഷാജിയുടെ കേസ്, ആ വണ്ടി അവിടെ അടുത്ത് കിടക്കുന്നത് വരെയും വന്ന പ്രവീണിന് മനസ്സിലായില്ല ഇത് തന്നെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണെന്ന്. അപ്പോൾ ഇത്തരം ക്രൈം നടക്കുന്ന ഒരു കാലഘട്ടം ധാരാളമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ CCTVകൾ വ്യാപിച്ചപ്പോൾ ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും തുനിഞ്ഞ് ഒരാൾ ഇറങ്ങിയിരിക്കുന്നു. അതാണ് സൈക്കോ ചാക്കോ. പോലീസ് പറയുന്നത് തൃശ്ശൂർ പിന്നെ
ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇത് വൈഡായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഈ വണ്ടി കറങ്ങിയിട്ടുണ്ടോ, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി വൈഡായിട്ട് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം സ്വഭാവമുള്ള ഒരാൾ ഒരിടത്ത് മാത്രമായിരിക്കില്ലല്ലോ കറങ്ങുന്നത്. ആ കറങ്ങുന്ന റോഡിൽ എല്ലായിടത്തും ഇതിനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ ലഹരിയുടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, വല്ലാത്തൊരു ഉന്മാദത്തിൽ ആണ് ഇയാൾ ഈ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ വലിയൊരു ക്രൈമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നാളുകളിൽ കൂടുതൽ കേസുകളെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ തൃശ്ശൂരിലത്തെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ കഥ മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരിയായി, അത് കഴിഞ്ഞപ്പോൾ ചെങ്ങമനാടായി, ഇപ്പോൾ ലാസ്റ്റാണ് വന്നിരിക്കുന്ന ചെങ്ങമനാട് കേസ്. ഇനി എത്ര എണ്ണം വരുമെന്നുള്ളത് കാത്തിരുന്നേ അറിയാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഇത്തരം ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് അപരിചിതരായിട്ടുള്ള ആളുകളോട് വന്ന് പരിചയം കാണിക്കുക. നമുക്ക് പോലും കുറച്ചു നേരം നമ്മൾ ഡൗട്ടായി പോകും, ഇയാൾക്ക് എന്താ എന്നെപ്പറ്റി അറിയാമോ, ഏതെങ്കിലുമൊക്കെ ഒരു ഊഹം വെച്ച് പറഞ്ഞാൽ മതിയെന്നേ. ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ മുൻപ് പരിചയം ഉണ്ടായി മറന്നുപോയ ഒരാളാണ്, ആ വാഹനത്തിൻ്റെ ഇപ്പോൾ ഒരു സ്ത്രീ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ നമ്പർ കാണുമ്പോൾ അത് ഏകദേശം ഒരു പരിധി കിട്ടുമല്ലോ. ഏകദേശം അത് ഇന്നിടത്തെ ആവാം, ചിലപ്പോൾ അബദ്ധമായി പോകും, ചിലപ്പോൾ ഈ സ്ത്രീയുടെ ഭാഗ്യം കൊണ്ട് ഇവൻ അബദ്ധം പറ്റിയതുമായിരിക്കും. കാര്യം രജിസ്ട്രേഷനുള്ള വണ്ടികൾ പലയിടത്തും വിൽക്കുമല്ലോ, പല സ്ഥലങ്ങളിലും ഓടിക്കൊണ്ടിരിക്കും. എന്നാലും ഏകദേശം ഒരു സ്ത്രീ വരുമ്പോൾ, ഒരു സ്ത്രീ ഇപ്പോൾ ഒരു വീട്ടമ്മ സാരിയൊക്കെ കൊടുത്ത് ഒരു സ്കൂട്ടറിൽ വരുമ്പോൾ അവർ ആ സ്ഥല പരിധിയിലുള്ളവരാണെന്ന് വിചാരിക്കും, ആ രീതിയിൽ ഇടപെടാൻ നോക്കും. അതൊരു ബുദ്ധിയല്ലേ. ഒരു സാരിയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്കിൽ കറങ്ങി നടക്കുന്ന ഒരു പയ്യൻ, അവൻ ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ട് സഞ്ചരിക്കുമ്പോൾ അവൻ ആ സ്ഥലക്കാരനാണോ എന്ന് പറയാൻ പറ്റില്ല. ആ സമയം ഒരു വീട്ടമ്മ വരുമ്പോൾ, വീട്ടമ്മയെ ദൂരേന്ന് കാണുമ്പോൾ ചില ക്രിമിനൽസിന് മനസ്സിലാക്കാൻ സാധിക്കും അവർ ആ പരിധിയിലുള്ളവരായിരിക്കാം. സോ ആ സ്ഥലത്തെ ഏതെങ്കിലും ഒരു ഏരിയയെക്കുറിച്ച് ചോദിച്ചാൽ മതി. ചോദിക്കുമ്പോൾ ഇവർ അത് വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. അങ്ങനെ മാല പൊട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ചെയിൻ സ്നാച്ചിങ് നടന്നിട്ടുണ്ട്, ധാരാളമായിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ക്രൈം അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വഴി ചോദിക്കാൻ നിൽക്കുക, പെട്ടെന്ന് തന്നെ ഈ മാല പൊട്ടിച്ചുകൊണ്ട് പൊക്കളയുക. ഇത് ഒരുപാട് ഇത് അവർ എന്താ പറയുക, ഇവർക്കൊരു ചെറിയ ടൈം ഗ്യാപ്പ് വേണം. അല്ലെങ്കിൽ ഇവർ ഇത് കറക്റ്റായിട്ട് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ ടൂ വീലറിൽ നിന്ന് വീണ് പോകും. അതുകൊണ്ട് ഇവന്മാർ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഈ സ്ത്രീകളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ നോക്കും. അപ്പം ആ തലപരിധിയിലുള്ള ആളോടല്ല ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരാളെ കാണുമ്പോഴത്തേക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പലതരത്തിലുള്ള ക്രൈം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കറങ്ങി നടന്ന് ധാരാളമായി ഒരു ക്രൈം ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്രൈം, ഈ കറങ്ങി നടന്നിട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരാളുടെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അയാളൊരു റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവുക, എല്ലാ വനിതാ ഹോസ്റ്റലിൻ്റെയും മുമ്പിൽ സന്ധ്യസമയത്ത് പോവുക. അയാളിങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തുക, കടന്നുപോകും. ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. അങ്ങനെയുള്ള ക്രൈമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പം വളരെ എന്താ പറയുക, ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രൈം ഇപ്പോൾ വന്നിരിക്കുന്നു. ആവർത്തിച്ചുകൊണ്ട് എത്തി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ചാക്കോയെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സൈക്കോ ചാക്കോ. ശരി.